നമ്മളിന്നൊരു കേരള ഫുഡ് കഴിക്കാൻ വേണ്ടി പോവേണ്ട ലഞ്ചാണ് കഴിക്കാൻ പോണത്. കുറേ നാളായില്ലേ ഒരു ബഫേ ഫുഡ് കഴിക്കാൻ പോയിട്ട്, അതും കേരള ഫുഡ്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ അവിടെ എന്തൊക്കെ ഫുഡാണുള്ളതെന്ന്. ഇവിടെ ന്യൂജേഴ്സി തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോണത്. നല്ല കാറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം കേട്ടോ. മറ്റൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നല്ല തണുപ്പാണ്. -12 ഇന്നിപ്പോൾ. അതിൻ്റെ കൂടെ നല്ല കാറ്റും ഉണ്ട്. ഇതിങ്ങനെ ഈ തണുപ്പ് ഇപ്പം എന്താണെന്ന് അറിയില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കൂടുതലാണ്. ഇന്നലെയൊക്കെ -23 ആയിരുന്നു. ഇങ്ങനെ പോണ്. ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ ഫെബ്രുവരി ആയല്ല, ഇനിയുമുണ്ട് 1-2 മാസം കൂടി തണുപ്പ്. അധികം നേരം ഇപ്പോൾ പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇൻട്രോയൊന്നും എടുക്കാൻ പറ്റണില്ല. നല്ല കാറ്റാണ്. ഇത്ര ദിവസം കാറ്റിങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 2-3 ദിവസമായിട്ട് ഇപ്പോൾ കാറ്റും ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റ്. നമുക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ തണുത്ത് മരവിച്ച് പോണ രീതിയിലുള്ള കാറ്റ്. ജാക്കറ്റ് ഇടാണ്ടൊന്നും പുറത്തേക്ക് ഇറങ്ങാനേ പറ്റൂല. ആ ഒരവസ്ഥ എത്തിയിട്ടുണ്ട്. മഞ്ഞിനി പെയ്യോ എന്നൊന്നും അറിയില്ല. എന്തായാലും പെയ്യും. പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. നമുക്ക് കാത്തിരിക്കാമല്ലേ. എന്തായാലും പെയ്യണമെങ്കിൽ ഞാൻ കഴിഞ്ഞ അവിടുത്തെ പോലത്തേക്ക് തന്നെ ആവർത്തന വിരസതയായിരിക്കും. എന്നാലും നമുക്ക് കാണാം ആ വീഡിയോസൊക്കെ. ഇതൊക്കെ ഇപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. ഗേസ്, നമ്മളങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നാട്ടാ. പുറത്തുനിന്ന് ഫോട്ടോ എടുത്താൽ ഒട്ടും പറ്റണില്ല. അത് മരവിച്ച് പോണു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ലല്ല. ക്ലബ് ഹൗസാണത്. അവിടെ കുറേ ആൾക്കാരുണ്ട്. അതാണ് ഇവിടെ വെച്ച് ഫോട്ടോ എടുക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവില്ല എന്തിനാണ് ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കണേന്ന്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്, കൂടെ നമുക്കൊരു കേരള ഒരു ലഞ്ചും കഴിക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നങ്ങനെ പുറപ്പെട്ടത്. മനസ്സിലായോ? പിന്നെ ആ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് 1-2 തവണ വന്നിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ബഫേ ഫുഡ് ഉണ്ട്. എപ്പോഴും ആലോചിക്കും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തോരം കേരള ഡിഷസ് ഉണ്ടെന്നൊന്നും അറിയണ്ടേ. നല്ല തണുപ്പുണ്ട്. 3:30 വരെയാണ് കേട്ടോ ഇവിടുത്തെ സമയം. ഇപ്പം ഏകദേശം 2:30 ആയിട്ടുണ്ട്. 2:30 കഴിഞ്ഞെന്നോണം. ചെന്ന പാടെ തന്നെ നമ്മൾ ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഇനി സമയം കളയണ്ടല്ലോ. 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ കാണുന്നത് കണ്ടില്ലേ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ സ്റ്റാർട്ടേഴ്സാണ്. അതായത് വട, കട്ട്ലേറ്റൊക്കെയാണ്. പിന്നെ നാനുണ്ടായിരുന്നു, ചിക്കൻ ഐറ്റംസ് ഒരുപാട് ഉണ്ടായിരുന്നു, മട്ടൻ ഉണ്ടായിരുന്നു, ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആകെ ഏത് എടുക്കണോന്ന് ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഇങ്ങനെ നിൽക്കണേണ്. ആകെ സ്തംഭിച്ച്. ഈ രണ്ടാമത് കാണുന്നത് അയില വറുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ മീനിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, നൂഡിൽസ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടെന്നേ. എന്താ പറയുക, എല്ലാം എടുത്തെടുത്തൊന്നും പറയലൊന്നും നടക്കില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തെടുത്ത് പറയണുള്ളൂ. ഇതൊക്കെ ഓരോരോ കറികളാണ് കേട്ടോ. പിന്നെ ബിരിയാണി ഐറ്റംസ് എന്ന് പറയാനായിട്ട് ഇത് ചെട്ടിനാട് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലബാർ ചെമ്മീൻ ബിരിയാണി ഉണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ശ്രീലങ്കൻ ചക്ക ബിരിയാണിയും ഉണ്ടായിരുന്നു. അതൊരു വെറൈറ്റി ആണല്ലേ. അപ്പോൾ ഞാൻ എടുത്തത് നോക്കിക്കണ്ടേ മലബാർ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടേതായ ഒരു ടേസ്റ്റ് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലതെന്ന് വിചാരിച്ച്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതേ അതിൻ്റെ അടുത്തായിട്ട് ഇടിയപ്പമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ തീർന്നു തുടങ്ങി. പക്ഷെ അവർ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടിയപ്പവും തേങ്ങാപ്പാലും കൂടിയാണ് കേട്ടോ കഴിക്കണത്. പിന്നെ അതുപോലെ തന്നെ പപ്പടം, സൂപ്പ്, രസം, പിന്നെ അതേ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലൈവായിട്ടുള്ളൊരു കൗണ്ടറാണ് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് അപ്പം തന്നെ അവർ ഉണ്ടാക്കി തരും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ക്രാബ് റോസ്റ്റാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ക്രാബ് അവരിങ്ങനെ അവിടെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയണ അനുസരിച്ച് അവരിതുമാതിരി ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ റോസ്റ്റ് പോലെ ആക്കി തരും. നല്ല ടേസ്റ്റായിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു. ഒരു നമ്മുടെ ആ ഒരു ടേസ്റ്റൊക്കെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കേരള ടച്ചൊക്കെ. പക്ഷേ മൊത്തത്തിൽ ഇതൊരു തമിഴ്നാട് ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ചെട്ടിനാട് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പോലും ഒരു തമിഴ്നാട് കേരള മിക്സ് ആയിരുന്നു മൊത്തത്തിൽ ടേസ്റ്റ്.
നമ്മൾ രണ്ടാമതായിട്ട് ഇതേ ഗോബി മഞ്ചൂരിയനാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതും ലൈവായിട്ടാണ് അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. നല്ല എരിവായിരുന്നു ഇത്. അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്തായിട്ട് ഇടിയപ്പച്ചമ്പ് പോലെ ഇരിക്കണുണ്ടല്ലേ, അതിൻ്റെ ഉള്ളിൽ നിറച്ച് മോമോസാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതും ചട്നിയും കൂടി കൂട്ടിയിട്ട് അവർ പ്ലേറ്റിലാക്കി തരും. അതൊക്കെയാണ് ഈ ഒരു ലൈവ് സെക്ഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് വേണം, എല്ലാം ഒന്നും നമുക്ക് അങ്ങനെ നോക്കി നോക്കി എടുക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ അതേ ഇത് മാത്രത്തെ അപ്പം അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പം വരുന്നേ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഊണ് കഴിച്ചായിരുന്നു. ഊണെന്ന് പറയാനായിട്ട് നമ്മുടെ കേരള റൈസ് കിട്ടിയില്ല കേട്ടോ, അത് മാത്രം ഒരു വിഷമമായിരുന്നു. പിന്നെ കറികളൊക്കെ അടിപൊളിയായിരുന്നേ, പച്ചക്കറി കറികളും മീൻകറി, സാമ്പാർ, മീൻ വറുത്തത്, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതേ പിള്ളേർ അതിൻ്റെ ഇടയിൽ കുറേ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പുഡിങ് ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു. എന്താ കഴിക്കേണ്ടതെന്ന് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. ഈ തമിഴ്നാട് റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത് കൂടുതലും തമിഴന്മാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. മലയാളികൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, വരണൊക്കെ കാണുമായിരിക്കും. നമ്മൾ പിന്നെ ആരെയും അങ്ങനെ പരിചയപ്പെടാനൊന്നും പോയില്ല. ഞാൻ എന്തേ ലാസ്റ്റായിട്ട് മോമോസ് എടുത്തായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ചട്ടി കൂട്ടി കഴിക്കാനായിട്ട്. പിന്നെ ഈ ഒരു ലഡുവും നമ്മളൊരു ഗുലാം ജാമും എടുത്തിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തുടങ്ങിയുള്ള നൂഡിൽസ് അപ്പം അത്തുനാകെ അത് മാത്രമേ കണ്ണി പിടിച്ചുള്ളൂ. എനിക്ക് ഇതാണ് ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. കഴിക്കുന്നുണ്ട്. ഈ വർത്താനം പറയലാണ്ട് കഴിക്കണ കണ്ണില്ല. എന്നാ കഴിക്കത് ഫുൾ ഫിനിഷ് നോക്കട്ടെ, കഴിക്കാറിയാമോ. സ്വീറ്റ്സ് ആയിട്ട് പിന്നെ ഒരുപാട് കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം ഒന്നും കഴിക്കലും പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുക്കലും ഒന്നും നടന്നൊന്നുമില്ല. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. ആകെ ഒരു വിഷമം നമ്മുടെ കേരള റൈസ് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഊണ് കഴിക്കാം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ ഊണ് കഴിച്ചു, പക്ഷേ കേരള റൈസ് ഉണ്ടായില്ല. പിന്നെ ആ ചെമ്മീൻ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ, രക്ഷയില്ല. നമ്മുടെ കേരള ആ ഒരു ചെമ്മീൻ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടായിരുന്നു, തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാൻ. എല്ലാം ട്രൈ ചെയ്യാനുള്ള വയറുണ്ടായില്ല. ബൊഫെ ഫുഡ് കഴിക്കണതിന് മുമ്പൊക്കെ ഓർക്കും എല്ലാം കഴിക്കണമെന്ന്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി കാണുമ്പോൾ ഒന്നും കഴിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? മുമ്പൊക്കെ ഇവിടെ വന്നേക്കണത് ഡിന്നർ കഴിക്കാനാണ്, രാത്രിയാണ് വന്നേക്കണം. ഈ ലഞ്ച് കഴിക്കാൻ ആദ്യമായിട്ടാണ് വന്നേക്കണം ഈ പകലിൽ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ശ്രീലങ്കൻ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ശ്രീലങ്കൻ കുറേ ഡിഷസ് കണ്ടായിരുന്നു. ബീട്രൂട്ടും ചിക്കൻ അതും ഇതൊക്കെ. തണുക്കണം. വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ഇതൊക്കെ തന്നെ ഉണ്ടാവും. വലിയ ആഘോഷങ്ങളൊന്നുമില്ല, പുറത്തു പോയി ഫുഡ് കഴിക്കുക, അത്രയൊക്കെ തന്നെ. അപ്പം ഇനി എന്തായാലും വേറെ ചുറ്റിക്കറങ്ങലൊന്നുമില്ല, നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെയാണ് പോണത്. പോകുന്ന വഴികളൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്ന വഴികളൊക്കെ തന്നെയാണ്, അതുകൊണ്ട് കൂടുതലൊന്നും കാണിക്കണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേര് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ടതാണ്ടോ മലബാർ ഗോൾഡ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായി, പക്ഷെ അത് രാത്രിയായിരുന്നു. ഇതിപ്പോൾ പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചതാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് ഇന്ത്യൻ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, അതേ കണ്ടില്ല, ഇതെല്ലാം ഇന്ത്യൻ ഷോപ്പുകൾ തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അത്ര തന്നെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ അമേരിക്കയിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.